ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇഡ്ലിയുടെ പ്രീമിക്സ് പൗഡർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ റെസിപ്പിയാണ്. നമ്മൾക്കിപ്പോൾ സാധാരണ ഇഡ്ലി ഉണ്ടാക്കുമ്പോൾ അരിയും ഉഴുന്നും ഒക്കെ കുതിർത്ത് ഒരുപാട് നേരം വെച്ചിട്ട് പിന്നെ വേണം അരച്ചെടുക്കുക. അത് രണ്ടും വേറെ വേറെ ആയിട്ട് അങ്ങനെയൊക്കെ ഒത്തിരി കഷ്ടമാണല്ലോ. അപ്പോൾ ഈ ഒരു പൗഡർ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് എപ്പോൾ ഇഡ്ലി ഉണ്ടാക്കണോ അപ്പോൾ അതൊന്ന് കലക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പം 1 കപ്പ് ഇഡ്ലി അരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇഡ്ലി അരി തന്നെ എടുക്കണം, അതാകുമ്പോഴാണ് കൂടുതൽ നന്നായിരിക്കുക, കാരണം പൊടിക്കാനാണ് പോകുന്നത്. ഇനി അഥവാ ഇഡ്ലി അരി ഇല്ലെങ്കിൽ ഇഡ്ലി റവ കിട്ടും, അത് ഉപയോഗിക്കാം. ഇനി 1 കപ്പ് നമ്മൾ ഉഴുന്നെടുക്കുക, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ടാൽ മതി. എന്നിട്ട് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഒന്ന് വറുത്തെടുക്കുകയാണ്, ഒരുപാട് ഇങ്ങനെ കളർ മാറണം വരെ ഒന്നും വറുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് അതൊന്ന് പൊടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്, അതേപോലെ നമ്മളിതിപ്പം സ്റ്റോർ ചെയ്ത് വെക്കുമ്പം കുറച്ച് നന്നായിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ വറുത്തെടുക്കുന്നത്. ഇപ്പോൾ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. തണുത്തതിന് ശേഷം ഞാനിപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇനി അഥവാ ഇത്തിരി തരിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അങ്ങനെ വേണമെങ്കിലും പൊടിച്ചെടുക്കാൻ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനിവിടെ എനിക്കെപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടാൻ നല്ല ഫൈനായിട്ടുള്ള പൗഡറാണ് ഇഷ്ടം, അതുകൊണ്ടാണ്. ഇനി ഇത് നമ്മൾക്ക് എത്ര വേണമെങ്കിലും 1 മാസത്തോളം നമ്മൾക്കൊരു നല്ല ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ എടുത്ത് വയ്ക്കാം. അപ്പോൾ ഞാൻ അതിൽ നിന്ന് 1 കപ്പ് എടുത്തിട്ട് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള മാവിന് വേണ്ടിയിട്ട് എടുക്കുകയാണ്. 1 കപ്പ് പൊടിയിലോട്ട് ഇച്ചിരി ഉപ്പ് ഇട്ടതിന് ശേഷം പിന്നെ 1.5 ഗ്ലാസ്സാണ് ഈ ഒരു പൊടിയിലോട്ട് ഞാൻ വെള്ളം ഒഴിക്കുന്നത്. ഗ്ലാസ് എന്ന് പറയുമ്പം ഏത് കപ്പിലാണോ നമ്മൾ അളന്നത് ആ ഒരു കപ്പിൻ്റെ അതേ അളവിലാണ് പറയുന്നത്. 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് ഈ ഒരു വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വെള്ളം ഇടയ്ക്കിടയ്ക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഒന്നായിട്ട് അങ്ങ് ഒരുമിച്ച് ഒഴിച്ചു കൊടുത്തു കഴിയുമ്പോൾ നേരെ മിക്സ് ചെയ്യാൻ പറ്റില്ല, കട്ട കുത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തിരി ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് 1.5 കപ്പ് വെള്ളവും ഒഴിച്ചതിന് ശേഷം നമ്മൾക്ക് കൈകൊണ്ട് തന്നെ നന്നായി കലക്കിയെടുക്കണം. എന്നിട്ട് ഈ ഒരു ബബിൾസൊക്കെ വരും, ഒരു 5 മിനിറ്റ് ആക്കിയാൽ മതി. പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കലങ്ങി കിട്ടിക്കോളും. അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു 8 മണിക്കൂറോളം പുളിപ്പിക്കാൻ വയ്ക്കണം. നല്ല ചൂടാണ് സ്ഥലത്തെങ്കിൽ ആ ഒരു 5 മണിക്കൂറൊക്കെ മതിയാവും. എപ്പോഴാണോ നന്നായിട്ട് മാവ് പുളിക്കണത് അപ്പോൾ നമ്മൾക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇത് രാവിലെ എടുത്തിട്ടുണ്ട്, രാത്രി മുഴുവൻ വെച്ചിട്ട്. ഇപ്പോൾ നോക്കിക്കാൻ നന്നായിട്ട് പൊങ്ങി പുളിച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക, കാരണം ഇത് പൊടിൻ്റെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഇതായിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ ഈ മാവ് കാണുമ്പോൾ തന്നെ നമ്മൾക്കറിയാം ശരിക്കും ഇഡ്ഡലി എത്ര നന്നായിട്ട് വരുമെന്ന്. കണ്ടു, ഇത്രയും നല്ല പത പോലെയാണ് ഇരിക്കുന്നത് ഇഡ്ഡലിയുടെ മാവ്. അപ്പോൾ അതേപോലെ തന്നെ അത്രയും സോഫ്റ്റായിട്ട് നമ്മുടെ ഇഡ്ഡലി ഇരിക്കും. അപ്പോൾ ഇനിയിപ്പം ഇഡ്ഡലി ഉണ്ടാക്കണം. പതിവ് പോലെ തന്നെ ഞാൻ എല്ലാ ഇതിലും പറയാറുണ്ട്, ബട്ടർ നമ്മൾ ആദ്യം തടവുക, അതിനുശേഷം ഇഡ്ഡലി ഒഴിക്കുക. ഇഡ്ഡലിയുടെ മാവ് ഞാൻ ഒരുപാട് നിറച്ചൊഴിക്കണില്ല, കുറച്ച് ഒഴിക്കണുള്ളൂ, എന്നാലേ പൊങ്ങി വരുമ്പോഴത്തേക്ക് അത് വെളിയിലോട്ട് ചാടാതിരിക്കുകയുള്ളൂ. അപ്പോൾ ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ റെഡി ആയിക്കോളും. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇനിയിപ്പം നമ്മൾക്കിത് കഴിക്കുക, അത്രയേ ഉള്ളൂ. ഇത് കണ്ടോ, നല്ല ഇഡ്ഡലിയാണ്, കാണുമ്പോൾ തന്നെ അറിയായിരിക്കും നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ നമ്മളിപ്പോൾ സാധാരണ അരി കുതിർത്തിട്ടൊക്കെ ഉണ്ടാക്കുന്ന അത്രയും സമയം കൂടെ ആവശ്യമില്ല. ഇനി അഥവാ നിങ്ങൾക്ക് ഫെർമെൻറ്റും കൂടെ ചെയ്യേണ്ട, പുളിപ്പിക്കാൻ വെക്കേണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഈനോ അല്ലെങ്കിൽ സോഡ വല്ലതും ചേർത്താൽ മതി. പക്ഷേ അതിനേക്കാളും നമ്മൾ ഒരു ഇത്തിരി നേരത്തേക്ക് 5 മണിക്കൂറോളം ഫെർമെൻറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും കൂടുതൽ നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാവുക. അപ്പം ഇഡ്ഡലിയുടെ കൂടെ സാമ്പാർ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. നിങ്ങൾ എന്തായാലും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു പൊടി ഉണ്ടാക്കിയിട്ട് നമ്മൾക്ക് 1 മാസത്തോളം സ്റ്റോർ ചെയ്ത് വെക്കാം. കുറച്ച് കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ, എങ്ങനെയാണോ നമ്മൾ ഡെയിലി ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് പൊടി ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാം. നല്ല എളുപ്പമല്ലേ ഇത്? അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കലക്കിയെടുക്കുമ്പോൾ ഇതേപോലെ തന്നെ എല്ലാ സ്റ്റെപ്സും ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ? യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.